ആരെങ്കിലുമൊക്കെ മരിച്ചാലേ ബെഡ് ഒഴിവുണ്ടാവുകയുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ മരിച്ച ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച മറുപടിയാണിത്. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ സ്വദേശികളായ സുരേഷിന്റെയും നിശാലയുടെയും മകൾ അശ്വതയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. 16 വയസ്സുള്ള അശ്വതയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ന്യൂമോണിയ ബാധിച്ച് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുട്ടി ചികിത്സയിൽ കഴിഞ്ഞത്. അവിടെ നിന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം 13-ാം തീയതി രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ വരെ കാഷ്വാലിറ്റിയിൽ നിർത്തിയതിനു ശേഷം വാർഡിലേക്ക് മാറ്റി. ഓക്സിജന്റെ അളവ് കുറഞ്ഞ് കുഞ്ഞു ഗുരുതരാവസ്ഥയിലായിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ ബെഡില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. നിലവിൽ വെന്റിലേറ്റർ സൗകര്യം അനുവദിക്കാൻ സാധ്യമല്ലെന്നും ഇനി ആരെങ്കിലുമൊക്കെ മരിച്ചാലേ തീവ്രപരിചരണ വിഭാഗത്തിൽ ബെഡ് ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. പിന്നാലെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി. അവിടുത്തെ ചിലവ് താങ്ങാനാവുന്നതിന് അപ്പുറത്താണെന്ന് അശ്വതയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. പിന്നാലെ ബുധനാഴ്ച രാത്രിയോടെ മുക്കത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷെ അധികം വൈകാതെ ബുധനാഴ്ച രാത്രിയോടെ കുഞ്ഞു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്ന ഓട്ടോറിക്ഷ അശ്വതയുടെ ചികിത്സയ്ക്കായി വിറ്റു. നാട്ടുകാർ പിരിവെടുത്തു. എന്നിട്ടും അശ്വതയെ രക്ഷിക്കാനാകാത്ത സങ്കടത്തിലാണ് നാട്ടുകാരും വീട്ടുകാരും. ജന്മനാ നടക്കാനും സംസാരിക്കാനും കഴിയാത്ത മകളെയും കൊണ്ടുള്ള യാത്രകൾ കൂടി കണക്കിലെടുത്താണ് സുരേഷ് ഓട്ടോറിക്ഷ വാങ്ങിയത്. പക്ഷേ മകൾക്കായി വിധി കാത്തുവെച്ചത് താങ്ങാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അശ്വതയുടെ മാതാപിതാക്കൾ.